മോർ വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ്. അപ്പോൾ വി വ്ളോഗ്സിൻ്റെ വീഡിയോസ് കുറേ കാലമായിട്ടുണ്ടാവും കണ്ടിട്ട്. നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കുറവായിരുന്നു. ഇപ്പോൾ മോളുടെ സ്കൂൾ തുറന്നു, അതേപോലെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പം ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയും കൂടിയല്ല, അപ്പോൾ നല്ല മടിയൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളുടെ ഈ ഒരു ചാനൽ കാണുന്നതിൽ മെജോറിറ്റിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പം ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ തംബ്നെയിൽ ഓൾറെഡി കണ്ടപ്പോൾ തന്നെ എന്താണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ചാനൽ കാണുന്നതിൽ കൂടുതൽ ലേഡീസാണ് കേട്ടോ. എന്താ പറയുക, ഒരു ടീനേജേഴ്സ്, അതേപോലെ തന്നെ ഒരു 30 ബിലോ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നവരാണ് കൂടുതലായിട്ട് ഈ ഒരു നമ്മളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നത്. അപ്പം അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഗേൾസിന് പലപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് അൺറാം ഡാർക്ക്നെസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ ഡാർക്ക്നെസ് ഒക്കെ. അപ്പോൾ പലപ്പോഴും നമ്മളിത് പലരായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോലും മടി കാണിക്കാറുണ്ട്, എന്തോ ഫ്രണ്ട്സായിട്ട് പോലും ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അതിനെ എങ്ങനെ പ്രോപ്പർ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മളിതൊരു കെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയണം, എന്നാൽ മാത്രമേ നമുക്ക് അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് ഇത് വരുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണെന്നുള്ളതൊന്ന് നോക്കാം. മോള് പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ, അതാണ് ഭയങ്കര സൗണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ. ഭയങ്കര നോയ്സ് ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്തേക്കാം. അപ്പം എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ അൺറാം ഡാർക്ക്നെസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ ഡാർക്ക്നെസ് ഒക്കെ വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ അൺറാം ഡാർക്ക്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈല് പലപ്പോഴും നമ്മൾ ഈ എയർ സർക്കുലേഷനൊക്കെ കുറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തൊരു സിറ്റുവേഷൻ പലപ്പോഴും വരാറുണ്ട്. നമ്മൾ ബിസി ആയിട്ടോ ഒക്കെ നമുക്കത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഹെയർസ് കാര്യങ്ങൾ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കാനൊക്കെ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഹോർമോണൽ ഇംബാലൻസുകൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് നമുക്കിങ്ങനെ അൺറാം ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇനിയിപ്പോൾ പ്രൈവറ്റ് ഏരിയ ഡാർക്ക്നെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വൈജൈനൽ ഏരിയ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ ഗേൾസിന്. അതൊക്കെ വരാൻ ചാൻസ് കൂടുതൽ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ PCOD കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അൺറാം ഡാർക്ക്നെസ്സും പ്രൈവറ്റ് ഏരിയ ഡാർക്ക്നെസ്സും ഒക്കെ കാര്യമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് പാഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതുമൂലം വരുന്ന റാഷസ് ഉണ്ടാവാറുണ്ട്. ഇതേപോലെ തന്നെ നമ്മളിപ്പം പലപ്പോഴും ടോയ്ലറ്റിലൊക്കെ പോയി വന്നതിന് ശേഷം പാൻറ്റീസൊക്കെ പലപ്പോഴും വെറ്റായിട്ട് മാറാറുണ്ട്. അപ്പോൾ നമ്മൾ വെറ്റായിട്ട് മാറുന്ന ഈ ഒരു പാൻറ്റീസ് തന്നെയാണ് പിന്നെയും വെയർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയൊക്കെ മീൻസ് അൺറാംസിലാണെന്നുണ്ടെങ്കിലും പാൻറ്റീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഏരിയ പ്രൈവറ്റ് ഏരിയ ഒക്കെ നമുക്ക് വെറ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലും നമ്മൾ ആ ഒരു പ്രോപ്പർ കെയർ കൊടുക്കാത്തത് കൊണ്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് നമുക്കത് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്താൽ തന്നെ ഇതിനുള്ളൊരു സൊല്യൂഷനായി. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് അതിനുള്ള എന്തെങ്കിലും പാക്സോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് കുറച്ചുകൊണ്ട് വരാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അൺറാം ഡാർക്ക്നെസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ ഡാർക്ക്നെസ്സും ഒക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 പാക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, എൻ്റെ ഫേസിലൊക്കെ നല്ല ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഫുള്ളി മാറി എന്നല്ല പറയുന്നത്, പക്ഷെ നോക്കിയാൽ അറിയാം എൻ്റെ ഫേസിൽ നല്ല രീതിക്കുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും നല്ല ഡാർക്കായി, ഇവിടെ ഇപ്പോൾ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇതൊക്കെ നല്ല ഡാർക്കായിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് പോകാൻ വേണ്ടിയിട്ട് കുറേ കാലം എടുക്കും. പിമ്പിൾസ് പോകുമായിരിക്കും, പക്ഷെ അതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് കുറേ കാലമായിട്ട് മാറാതിരിക്കും. ഇപ്പോൾ തന്നെ ഇവിടെ എനിക്ക് ബൾജ് ചെയ്തിട്ടൊരു പിമ്പിൾസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പോളക്കുരു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ പോകാനുള്ള സൊല്യൂഷൻ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് കുറഞ്ഞ് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലില്ലേ, ആ ഒരു കോക്കനട്ട് ഓയിലും അലോവേരയും പ്ലസ് മഞ്ഞളും നമ്മുടെ നാടൻ സംഭവങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ അതും 3ഉം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യണമെന്നില്ല, ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയാസിൽ
അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കുറവ് വരും. എനിക്കിപ്പോൾ നല്ല രീതിക്ക് കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു റീസെൻ്റായിട്ട് 1-2 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യൽ കുറവാണ്. ഒന്നാമത് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, മഴയൊക്കെ ആയിട്ടുള്ളത് കാരണം. പിന്നെ ഇതും കൂടെ ചെയ്യാനുള്ള ടൈം ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ കുളിക്കാൻ പോകുന്നതിൻ്റെയോ ഒക്കെ ഒരു 10 മിനിറ്റ്സ് മുന്നൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് കുറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അണ്ടർ ആം ഡാർക്ക്നെസ്സിനും അതേപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കായിട്ട് നമുക്ക് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലും പ്ലസ് അലോവേര ജെല്ലും, നാടൻ അലോവേര യൂസ് ചെയ്യാം. ഈ 2 സംഭവങ്ങളൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്ത് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് പോകാൻ വേണ്ടിയിട്ട് മഞ്ഞളും കൂടെ ആഡ് ചെയ്യാറുണ്ടായിരുന്നു. ഫേസിലെല്ലാം നമുക്ക് ബോഡിയിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവം തന്നെയാണ് വെർജിൻ കോക്കനട്ട് ഓയിലും അലോവേരയും പ്ലസ് മഞ്ഞളും. പക്ഷേ നമുക്ക് ബോഡി മീൻസ് ഓൾ ഓവർ അല്ല, നമുക്ക് ഒരു എന്താ പറയുക ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് അണ്ടർ ആംസിലേക്കും അതേപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക എരിവ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മഞ്ഞൾ അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം. അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ മണിയടി ഉണ്ട് കേട്ടോ. ഞാൻ 1-2 വീഡിയോസ് എടുത്തപ്പം സ്റ്റോറേജ് ഫുള്ളായിട്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ വീണ്ടും ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോഴേക്ക് അച്ഛൻ വിളക്ക് എത്തിക്കുന്ന ടൈമായിപ്പോയി കേട്ടോ. അപ്പം സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു പാക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷെ നമുക്ക് ഗ്രാജുവലി റിസൾട്ട് തരും. ഷുവറായിട്ട് പറയുകയാണ്, ഗ്രാജുവലി നമുക്ക് റിസൾട്ട് തരും. ഒരു 3 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ഒരു 1 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ചേഞ്ചസ് അനുഭവപ്പെടും. ഇതേപോലെ തന്നെ വേറൊരു പാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. കോഫി പൗഡറും ഭയങ്കര സൗണ്ട് ഉണ്ട് അല്ലേ, മണിയടീൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ട്. നിങ്ങൾക്കൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അണ്ടർആംസിലൊക്കെ സ്ക്രബായിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കോഫി പൗഡറും അതേപോലെ തന്നെ ടൊമാറ്റോ ജ്യൂസ്, ഇത് രണ്ടും കൂടെ നമുക്കൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾക്ക് പാക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേത് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള മീൻസ് അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ക്ലീനായി സ്ക്രബൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മീൻസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ വീക്കിലി ഒരു 2 ഒക്കെ നിങ്ങൾക്ക് ഇതൊരു സ്ക്രബായിട്ട് അപ്ലൈ ചെയ്യാം. ടൊമാറ്റോ ജ്യൂസും അതേപോലെ തന്നെ കോഫി പൗഡറും വെച്ചിട്ടൊന്ന് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേറെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് ആര്യവേപ്പിൻ്റെ പൊടിയില്ലേ, ആര്യവേപ്പിൻ്റെ പൊടി പ്ലസ് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഒരുപാട് പൊടിയൊന്നും വേണ്ട, 1 സ്പൂണ് ആര്യവേപ്പിൻ്റെ പൊടി. അതേപോലെ തന്നെ അത് ഒന്ന് മീൻസ് ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, ഏകദേശം ഒരു നോർമൽ ഒരു കുറച്ച് പേസ്റ്റ് രൂപത്തിലായി കിട്ടുന്ന രീതിക്ക് ആര്യവേപ്പിൻ്റെ പൊടിയും അതേപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു സ്ക്രബായിട്ട് മീൻസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഡ്രൈ ആയി വരുമ്പോഴേക്കും നിങ്ങൾക്ക് കഴുകിക്കളയാം. ഇതൊരു അടിപൊളി പാക്കാണ് കേട്ടോ. ഇതും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് തരും. ആര്യവേപ്പിൻ്റെ പൊടിയൊക്കെ നമുക്ക് ഔഷധശാലകളിൽ കിട്ടും. അതല്ല വീട്ടിലൊക്കെ ആര്യവേപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലീഫ് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചാലും മതി. ഇതും നല്ലൊരു പാക്കാണ് കേട്ടോ. പാക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. പിന്നെ വേറൊരു പാക്കാണ് ടൊമാറ്റോ ജ്യൂസും പ്ലസ് കേടും. നമ്മുടെ തൈരില്ലേ, അപ്പോൾ ടൊമാറ്റോ ജ്യൂസും കേടും കൂടെ നല്ലൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. നോർമൽ കുറച്ചൊരു ടൊമാറ്റോയുടെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു 3-4 പാക്കും ഈ ഒരു സ്ക്രബും ഒക്കെ നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യുക. ഏതാണ് നിങ്ങളുടെ ഒരു ബോഡി ടൈപ്പിനും കൂടുതൽ റിസൾട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂസ് ചെയ്യുക. ഈ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരികയാണെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്നും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ട്രസ്റ്റ് മീ, എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക. ഇത്തരം സിറ്റുവേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ഡാർക്ക്നെസ് കൂടി വരാനുള്ള സിറ്റുവേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഇതേ പാക്കുകൾ എപ്പോഴും അപ്ലൈ ചെയ്യുകയും ചെയ്യാം.
ഇങ്ങനെ ഡാർക്ക്നെസ് കൂടി വരാനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മേ ബി ഇതിന് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഡാർക്ക്നെസ് കുറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം. ഈ പാക്കുകളും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മാരേജും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വരുന്നവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഈ ഒരു അണ്ടർആം ഡാർക്ക്നെസ്സും പ്രൈവറ്റ് ഏരിയ ഡാർക്ക്നെസ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു 3 months മുന്നേ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.